തലവേദന. പലതരം തലവേദനകളും അതിൻ്റെ കാരണങ്ങളും. ക്ലസ്റ്റർ ഹെഡേക്ക്, ടെൻഷൻ ഹെഡേക്ക്, സൈനസ് ഹെഡേക്ക്, മൈഗ്രെയിൻ. ഇതിനു പുറമെ മറ്റു പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന തലവേദനകളും നമ്മൾ ചുറ്റും കണ്ടുവരുന്ന. ഇതിൽ പലർക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന വിഭാഗത്തിൽ വരുന്ന തലവേദനയും അതല്ലെന്നുണ്ടെങ്കിൽ ട്യൂമർ കൊണ്ടുണ്ടാകുന്ന തലവേദനയും തമ്മിൽ എങ്ങനെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാം? മൈഗ്രെയിൻ ഒരു ന്യൂറോളജിക്കൽ ഫങ്ഷണൽ ഡിസോർഡർ ആണ്. മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ക്രേനിയലായിരിക്കും. ഈ വശത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വശത്തോ ആയിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ റെയറായിട്ട് രണ്ട് സൈഡിലും ഉണ്ടാവാം. എങ്കിലും കൂടുതലായിട്ട് ഒരു വശത്താണ് കണ്ടുവരുന്നത്. മണിക്കൂർ മുതൽക്ക് ദിവസങ്ങളോളം നിൽക്കാം. മൈഗ്രെയിൻ്റെ ഒപ്പം മറ്റു ചില സിംറ്റംസും കൂടി ഉണ്ടാവാറുണ്ട്. മനം പുരട്ടൽ, ഛർദി, അതുപോലെ തന്നെ ഫോട്ടോഫോബിയ, ഫോണോഫോബിയ. ഫോട്ടോഫോബിയ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിനോടുള്ള ബുദ്ധിമുട്ട്. ഫോണോഫോബിയ ആണെങ്കിൽ സൗണ്ടിനോടുള്ള ബുദ്ധിമുട്ട്. ഇവയെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒന്നും കൂടി ഇറിറ്റബിലിറ്റി കൂടും. അതുകൂടാതെ നമ്മൾ കാണുന്ന മറ്റൊന്നാണ് ഓറ. ഫ്ലാഷിംഗ് സൈൻസ് പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഷിംഗ് ലൈറ്റ്സ് പോലെ അല്ലെങ്കിൽ സിക്സ് ആക്ക് പാറ്റേണിൽ പോലെയുള്ളതൊക്കെ നമുക്ക് കണ്ണിന് മുൻപിൽ തോന്നാം. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്സ്, പിന്നെ ഫേസിൽ ചില ഇങ്ങനെ നമ്മുടെ ഫേസ് ഒന്ന് ഷെയ്ക്ക് ആവണ പോലത്തെ ഒരു തോന്നലും, വളരെ ത്രോബിങ് ടൈപ്പ് അല്ലെങ്കിൽ പൾസേറ്റിംഗ് ടൈപ്പ്, ഇങ്ങനെ ഇടിക്കുന്ന പോലെ ഒരു താളമിടിപ്പ് പോലത്തെ ഇതായിരിക്കും മൈഗ്രെയിനിൽ നമ്മൾ കാണുന്ന വേദനയുടെ രീതി. ഇതെല്ലാം കാരണങ്ങളാണ് ട്രിഗറിങ് ഫാക്ടേഴ്സായി മൈഗ്രെയിനിൽ കാണുന്നത്. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ചില ഭക്ഷണങ്ങൾ, അതായത് ചോക്ലേറ്റ്, ചീസ്, അതേപോലെ തന്നെ കഫീൻ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ചിലവർക്കത് വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അത് നിർത്തുന്ന സമയത്തും ഇതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. എന്തൊക്കെ പ്രതിരോധ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് കുറയ്ക്കാം? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുക. അതേപോലെ തന്നെ നല്ല വിശ്രമം, നന്നായിട്ട് ഉറങ്ങുക, ചില ഭക്ഷണ രീതികളൊക്കെ ഒഴിവാക്കുക, ചോക്ലേറ്റ്, ചീസ് ഇതേപോലെയുള്ള അവയെല്ലാം മാറ്റുക. നമ്മുടെ ജീവിതശൈലി കുറച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോഴും അതേപോലെ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും എല്ലാം എടുക്കുമ്പോഴത്തേക്കും മൈഗ്രെയിൻ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. എന്നാൽ ട്യൂമർ കൊണ്ടുണ്ടാകുന്ന തലവേദനയിൽ ഇവിടെ തലച്ചോറിലെ കോശങ്ങളെ അബ്നോർമലായിട്ടുള്ള വളർച്ചയാണ് ഇതിന് കാരണമാകുന്നത്. ഇവിടെ വേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോഗ്രസീവ് പാറ്റേണിലായിരിക്കും. അതായത് തുടക്കത്തിൽ കുറവും പിന്നീട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ട്യൂമറിൽ മോർണിംഗിലായിരിക്കും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. എന്നിട്ട് കൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പം നന്നായിട്ട് ഛർദ്ദിക്കും. ഇവിടെ നോസി ഉണ്ടാവില്ല. അതായത് മനംപുരട്ടിൽ നമ്മുടെ മൈഗ്രെയിനിൽ ഉള്ളതുപോലെ ഇവിടെ പക്ഷേ കാണുന്നില്ല. ഒരു ഭാരം ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രഷർ ഇരിക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ട്യൂമർ ഏത് ഭാഗത്താണോ വളരുന്നത് ആ ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ഇതിന് പുറമെ ഫിറ്റ്സ് വരിക, കൈകാലുകളിലെ മരവിപ്പ്, അതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ്. ട്രിഗറിങ് ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സിന് മേലെയാവുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന തലവേദന, അതൊരു സിവിയറിറ്റിയിലേക്ക് പയ്യെ തുടങ്ങി പിന്നെ ഗ്രാജുവലി കൂടി വരുന്ന ഒരു രീതി. അതുപോലെ തന്നെ രാവിലെ എണീക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ആയിരിക്കും ആ ഉറക്കത്തിൽ നിന്ന് ഈ വേദന കാരണം എണീക്കേണ്ടി വരുന്നു. എന്നിട്ട് വൊമിറ്റിംഗ്, സിവിയർ ആയിട്ടുള്ള വൊമിറ്റിംഗ്, കൂടാതെ സീസേഴ്സ്, ഫിറ്റ്സ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ കൈകാല മരവിപ്പ്, പിന്നെ നമ്മുടെ വിഷനിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിലെ ഒരു പ്രശ്നങ്ങൾ, സ്പീച്ചിലെ പ്രശ്നം, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഒരു തലവേദന ശ്രദ്ധിക്കേണ്ട ഘട്ടം വരുന്നത് ഈ ഒരു സിംറ്റംസ് ഒക്കെ എത്തുമ്പോഴത്തേക്കുമാണ്. തലവേദന അനുഭവപ്പെടുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതിയിലും അല്ലെങ്കിൽ വ്യത്യസ്ത ഇൻറ്റൻസിറ്റിയിലും ആയിരിക്കാം. ഫ്രീക്വൻസിയിലായിരിക്കാം, ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലും ആയിരിക്കാം. ചിലവർക്ക് ഒരു സൈഡിലായിരിക്കും വേദന. അത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ വേദന. ടൈറ്റ് ബാൻഡേജ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും വേദന. ചിലർക്ക് ചൂട് വയ്ക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് തണുപ്പ് വയ്ക്കുമ്പോഴായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോരുത്തർക്ക് വ്യക്തികളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ പരിഹാരം കാണുമ്പോഴും വ്യത്യസ്ത രീതിയിൽ തന്നെയായിരിക്കും പരിഹാരവും കാണുന്നത്. ക്വിക്ക് റിലീഫ് എന്ന രീതിയിൽ നമുക്ക് ടൈറ്റ് ബാൻഡേജ് ചെയ്യാം, സറൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ചുറ്റി ഒന്ന് കെട്ടിയാക്കാം, അല്ലെങ്കിൽ ഒരു മസാജ് കൊടുക്കാം, വാം വാട്ടർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കണ്ണൊന്ന് ഇങ്ങനെ ഒരു സ്പീഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക, തുടർച്ചയായിട്ട് ബ്ലിങ്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് റൂമിൽ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഓരോ രീതിയിലായിരിക്കും, അപ്പോൾ പക്ഷേ ഈ ഇരുട്ട് റൂമിലോ അല്ലെങ്കിൽ ലൈറ്റ് കുറവുള്ളിടത്തൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കം ഉറങ്ങുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. കൂടാതെ സ്ക്രീൻ ടൈം, അത് ഫോണായിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, സ്ക്രീൻ ടൈം കുറയ്ക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് സ്ലീപ്പ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡിഹൈഡ്രേറ്റഡ് ആയാലും തലവേദന വരാം. അതോടൊപ്പം സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് മെഡിസിൻ. ഓരോ വ്യക്തികളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഹോമിയോപ്പതിയിൽ ഓരോ ടൈപ്പ് ഹെഡേക്സിനും ഡിഫറെൻറ്റ് മെഡിസിൻ ആയിട്ടാണ്. കാരണം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. ഇപ്പം നമുക്ക് തലവേദന ഇടതുവശത്താണെന്നുണ്ടെങ്കിൽ വേറെ മെഡിസിൻ ആയിരിക്കും, വലതുവശത്താണെന്നുണ്ടെങ്കിൽ വേറെ മെഡിസിൻ, അല്ലെങ്കിൽ തലവേദന വെയിൽ കൊണ്ടിട്ടുണ്ടാവണ തലവേദനയ്ക്ക് വേറെ. അതുകൊണ്ടിട്ട് തന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഇതിന് വളരെ ആശ്വാസമായിരിക്കും.